2026 ഇന്ത്യ 6.5 മുതൽ 6.9% വരെ GDP വളർച്ചയിലേക്ക്. ടെക് ആൻഡ് AI മേഖലയിൽ ശക്തമായ ബൂം. മാനുഫാക്ചറിംഗ് സെക്ടറിന് സുവർണകാലം. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ വൻ നിക്ഷേപം. ഹെൽത്ത് കെയറും ഫുഡ് വെൽനസ് മാർക്കറ്റും ശക്തമായി വളരുന്നു. ഡിഫൻസ്, റിയൽറ്റി, മെറ്റൽ സെക്ടറുകൾ സ്റ്റോക്ക് മാർക്കറ്റിനെ നയിക്കും. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ പ്രസന്റർ. 2026 ഇന്ത്യ 6.5 മുതൽ 6.9% വരെ GDP വളർച്ചയിലേക്ക്. IMF, ഗോൾഡ്മാൻ സാക്സ്, വേൾഡ് ബാങ്ക് എന്നിവരുടെ പ്രതീക്ഷ പ്രകാരം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി തുടരും. ആഭ്യന്തര ഡിമാൻഡും ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപവും ഈ വളർച്ചയ്ക്ക് ഊർജ്ജം നൽകും. 2026 ഇന്ത്യയ്ക്ക് ടെക്, മാനുഫാക്ചറിംഗ്, ഗ്രീൻ എനർജി എന്നീ 3 എഞ്ചിനുകളുടെ ശക്തമായ വളർച്ചയുടെ വർഷമാണ്. ആഭ്യന്തര ശക്തി ഗ്ലോബൽ വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കും. മാനുഫാക്ചറിംഗ് സെക്ടറിന് സുവർണകാലം. PLI സ്കീമുകൾ, സെമികണ്ടക്ടർ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയിൽ ഊർജ്ജസ്വലമായ വളർച്ച. മേക്ക് ഇൻ ഇന്ത്യയുടെ 2ാം ഘട്ടം. ഗ്ലോബൽ സപ്ലൈ ചെയിൻ റീഷഫിംഗ് നേട്ടമാക്കി മാറ്റുന്നു. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ വൻ നിക്ഷേപം. സോളാർ, വിൻഡ്, ഗ്രീൻ ഹൈഡ്രജൻ, EV ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയിൽ ബൂം. നെറ്റ് സീറോ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഗ്രീൻ ടെക്നോളജി ബിസിനസ്സുകൾക്ക് വലിയ അവസരങ്ങൾ. ഹെൽത്ത് കെയറും ഫുഡ് വെൽനസ് മാർക്കറ്റും ശക്തമായി വളരുന്നു. CDMO, ബയോഫാർം, ഡിജിറ്റൽ ഹെൽത്ത് സേവനങ്ങൾക്ക് ഡിമാൻഡ്. ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് വെൽനസ് സെഗ്മെന്റ് $1.6 ട്രില്യൺ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. ഡിഫൻസ്, റിയൽറ്റി, മെറ്റൽസ് സെക്ടറുകൾ സ്റ്റോക്ക് മാർക്കറ്റിനെ നയിക്കും. ഈ മേഖലകളിൽ ശക്തമായ പ്രകടനം പ്രതീക്ഷിക്കുന്നു. D2C, ക്വിക്ക് കോമേഴ്സ്, ഫിൻടെക് മേഖലകളിലും തുടർച്ചയായ വളർച്ചയുണ്ടാകും. ബിസിനസ് ന്യൂസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കുറിക്കുക. ഞാൻ ദേവിക, ഡിജിറ്റൽ പ്രസന്റർ, ബുക്കർമാൻ ബിസിനസ് ന്യൂസ്. വീണ്ടും നാളെ രാവിലെ 7:30 കാണാം. ഹാവ് എ ഗ്രേറ്റ് ഡേ.